ഒരു നല്ല ഗെയിമിംഗ് ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ ഒരു ടർബോ ഫോണിനെ തീർച്ചയായിട്ടും പരിഗണിക്കാം. അതായത് 90 FPS നിങ്ങൾക്ക് ഈ ഫോണിൽ ഗെയിം കളിക്കാൻ പറ്റും. അതും BGMI, PUBG, Call of Duty, Free Fire ഈ കാണുന്ന എല്ലാ ഗെയിമുകളും നിങ്ങൾക്ക് ഇതിനകത്ത് 90 FPS കളിക്കാൻ പറ്റും. സോ ഗെയിമേഴ്സിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഫോൺ കിട്ടുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയ ഘടകമായിരിക്കും. അതും 15,000 താഴെ കിട്ടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയ ഘടകമായിരിക്കുമല്ലോ. ഇത് റിയൽമിയുടെ നാർസോ 70 ടർബോ എന്ന ഫോണാണ്. എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളെന്ന് വിശദമായിട്ട് പറയാം. അതിന് മുമ്പ് ഒരു ക്വിക്ക് അൺബോക്സിംഗ്. സോ ഇതാണ് ഇതിന്റെ ബോക്സിന് മുകളിൽ തന്നെ ചെറിയൊരു ബോക്സ്, അതിനകത്ത് പതിവ് പോലെ തന്നെ കേസ്, ഡോക്യുമെന്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സിം ടൂൾ അടക്കമുണ്ട്. അതങ്ങോട്ട് മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫോണിന്റെ ഒരു ഡിസൈൻ. സോ ഇതാണ് റിയൽമി നാർസോ 70 ടർബോ. കാണാനൊക്കെ ഒരു ഗെയിമിംഗ് ഫോണിന്റെ ഒരു ടെക്സ്ചർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പറയാം അതിന് മുമ്പ് ചാർജർ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ടൈപ്പ് സി കേബിളും കൊടുത്തിട്ടുണ്ട്. സോ പത്രമാണ് ബോക്സ് അങ്ങോട്ട് മാറ്റി വെച്ചാൽ ഫോൺ കയ്യിലോട്ട് എടുക്കാം. ഈ കാണുന്നതാണ് റിയൽമി നാർസോ 70 ടർബോ. ഈ ഒരു ഫോൺ ഗെയിമിംഗ് ഫോൺ എന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു തിക്നെസ്സോ വെയിറ്റോ ഒന്നും തോന്നുന്നില്ല. 7.6 mm ഇതിന്റെ തിക്നെസ് വരുന്നുള്ളൂ. ഒപ്പം തന്നെ 185 ഗ്രാമിന്റെ വെയിറ്റേ ഉള്ളൂ. ലൈറ്റ് വെയിറ്റും കംഫർട്ടും ആണ്. ഒപ്പം തന്നെ IP65 വാട്ടർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. സോ അതും നന്നായി. പിന്നെ 3 കളറിലാണ് വരുന്നത്: ടർബോ യെല്ലോ, ടർബോ പർപ്പിൾ, ടർബോ ഗ്രീൻ. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ പെർഫോമൻസ്, ഗെയിമിംഗ് ഓറിയന്റഡ് ഫോണിന്റെ പെർഫോമൻസ് അല്ലാണ്ട് പിന്നെ എന്താണ് ആദ്യം പറയാം. സോ ഈ ഫോണിൽ വരുന്ന ഡയമൻസിറ്റി 7300 എനർജി എന്ന് പറയുന്ന പ്രോസസ്സറാണ്. അത്യാവശ്യം പവർഫുൾ ആയ പ്രോസസ്സറാണ്. ഇതിൽ ഡൈനാമിക് റാം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റോറേജിൽ നിന്ന് റാം എടുത്ത് ആഡ് ചെയ്യുന്ന പരിപാടി. അതുവഴി 12 GB റാം അല്ലെങ്കിൽ 14 GB റാം വരെയൊക്കെ നിങ്ങൾക്ക് ഇത് മാക്സിമം യൂസ് ചെയ്യാൻ സാധിക്കും. സ്റ്റോറേജ് 256 GB ആണ്. LPDDR4X റാം തന്നെ കൊടുത്തിട്ടുണ്ട്. UFS 3.1 ആണ് സ്റ്റോറേജ് വരുന്നത്. അതിലൊന്നും യാതൊരു അപാകതയുമില്ല. ഒപ്പം തന്നെ TUV SUD ലാഗ് ഫ്രീ മൊബൈൽ ഗെയിമിംഗ് സർട്ടിഫിക്കേഷൻ ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സ്മൂത്ത് ആയിട്ട് ഗെയിം കളിക്കാവുന്ന സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാം BGMI സ്മൂത്ത് എക്സ്ട്രീം പ്ലസ്, അതായത് നമുക്ക് 90 FPS വരെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ കാണാം ഗെയിം പ്ലേയിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സ്മൂത്ത് ആയിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്. 90 FPS ഉള്ള ഒരു ഫോൺ നോക്കുന്നെങ്കിൽ ഇതിനെ ഒന്ന് പരിഗണിച്ചോളൂ. ഒപ്പം തന്നെ സെഗ്മെന്റിൽ ലാർജസ്റ്റ് VC കൂളിംഗ് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. 6050 mm. സോ ഓവർ ഹീറ്റിംഗ് ഒന്നും നമുക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. വളരെ നന്നായിട്ട് തന്നെ ഹീറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഓൾറെഡി മഴക്കാലമാണ്. ഇവിടെ അതൊന്നും വലിയ കുഴപ്പം വരാൻ വഴിയില്ല. എന്തായാലും ഇത് പക്ക സെറ്റാണ് ഇപ്പോഴേക്ക്. പിന്നെ ഇതിനൊക്കെ പുറമെ ഗെയിം കളിക്കാൻ നമുക്ക് GT മോഡ് എന്ന് പറയുന്ന GT മോഡ് പ്ലസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ വരുന്നുണ്ട്. നിങ്ങൾ GT മോഡ് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഇവിടെയായിട്ട് ഗീക്ക് പവർ ട്യൂണിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി കാണാം. നിങ്ങളുടെ ഗെയിമിന് ആവശ്യമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മിഡിൽ കോർ, ലിറ്റിൽ കോർ അല്ലെങ്കിൽ ഈ GPUവിൻ്റെ ഒക്കെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ട്യൂൺ ചെയ്ത് ഗെയിം കളിക്കാവുന്ന സാധനം. അതുകൂടാതെ GT മോഡ് പ്ലസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ക്വിക്ക് സ്റ്റാർട്ടപ്പ്, അതേപോലെ നിങ്ങൾ ഈ ഗെയിം തന്നെ വിട്ടിട്ട് വേറൊരു ആപ്ലിക്കേഷൻ തുറന്ന് നോക്കിയിട്ട് വരികയാണെങ്കിലും തിരിച്ച് ഗെയിം എടുക്കുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് ലോഡ് ആവുന്ന പരിപാടി. അങ്ങനെ ഗെയിമിങ്ങിൻ്റെതായ ഒട്ടനവധി കാര്യങ്ങൾ ഈ GT മോഡ് പ്ലസിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സോ അതൊക്കെ തീർച്ചയായിട്ടും ഉപയോഗിക്കുക. അടിപൊളി ഗെയിമിങ്ങിനെ പറ്റിയ ഫോണാണ് ഇത്. റിയൽമി UI 5.0 ആൻഡ്രോയിഡ് 14 ബേസ്ഡ് ആണ്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. സോ മൊത്തത്തിൽ പെർഫോമൻസിന്റെ ഏരിയ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോണിൽ. അത് തന്നെയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റും. ക്യാമറയും അത്യാവശ്യം നല്ലതാണ്. ഇമേജുകൾ കണ്ടു നോക്കിയേ. 50 മെഗാപിക്സലിന്റെയാണ് മെയിൻ ക്യാമറ, 16 മെഗാപിക്സലിന്റെയാണ് സെൽഫി ക്യാമറ. അത്യാവശ്യം നല്ല ഇമേജുകളാണ്. ഡേ ലൈറ്റിൽ, ഇൻഡോർ ലൈറ്റിൽ, ആർട്ടിഫിഷ്യൽ ലൈറ്റ് എല്ലാ സിറ്റുവേഷനിലും ഞാൻ എടുത്ത സാമ്പിളുകൾ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ഫോട്ടോസാണ്. വീഡിയോ സാമ്പിളുകളും ഇവിടെ കാണാം. മെയിൻ ക്യാമറയിൽ 4K 30 FPS വരെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സെൽഫി ക്യാമറയിൽ ഫുൾ HD ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ സാമ്പിളുകളാണ് ഈ കണ്ടത്. സോ മൊത്തത്തിൽ ക്യാമറയും അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഡിസ്പ്ലേയും അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. 6.67 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ ഫുൾ HD പ്ലസ് OLED ഡിസ്പ്ലേ ആണ്. AG ഡ്രാഗൺ ടെയിൽ സ്റ്റാർ 2 ആണ് ഇതിന്റെ പ്രൊട്ടക്ഷൻ വരുന്നത്, ഗ്ലാസ് പ്രൊട്ടക്ഷൻ. 600 nits ആണ് ടിപ്പിക്കൽ ബ്രൈറ്റ്നസ്. 1200 nits വരെ വരുന്നുണ്ട് ഹൈ ബ്രൈറ്റ്നസ് മോഡ്. സോ വിസിബിലിറ്റിക്ക് ഒന്നും യാതൊരു ഇഷ്യൂ ഉണ്ടാവില്ല. ഒപ്പം തന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സാമ്പിൾ കേൾപ്പിച്ചു തരാം. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയും ഈ ഒരു ഫോൺ തരുന്നുണ്ട്. ഒപ്പം തന്നെ 5000 mAh ബാറ്ററിയാണ്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. ബാറ്ററി ലൈഫിലും കാര്യങ്ങളൊന്നും നമുക്ക് ഇഷ്യൂ തോന്നിയില്ല. ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ വീഡിയോ ആണ്. എന്നാലും നമുക്ക് ബാറ്ററി ലൈഫിൽ അപാകതകളൊന്നും കണ്ടില്ല. പിന്നെ ഇതിൽ ഇഷ്ടം പോലെ ഇൻട്രസ്റ്റിംഗ് ആയ ഫീച്ചറുകൾ വേറെ വരുന്നുണ്ട്. അതായത് ക്ലിയർ കോള്, നമ്മൾ നോയ്സ് ഒക്കെ ഉള്ളൊരു സിറ്റുവേഷൻ കോൾ ചെയ്യുമ്പോഴും വളരെ നോയ്സ് ഒക്കെ കട്ട് ചെയ്ത് ക്ലിയർ ആയിട്ടുള്ള കോള് നമുക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഒപ്പം തന്നെ ബ്ലൂടൂത്ത് കോളിംഗ്, നമുക്ക് നെറ്റ്വർക്ക് വളരെ കുറവുള്ള ഏരിയയ്ക്കാണെങ്കിൽ ഇതേപോലത്തെ ഫോണിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് വഴി കോൾ ചെയ്യാൻ സാധിക്കുന്ന സൗകര്യം റിയൽമി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്ലൂടൂത്തിന്റെ കാര്യം പറയുമ്പോൾ ബ്ലൂടൂത്ത് 5.4 ആണ്. വൈഫൈ ആണെങ്കിൽ വൈഫൈ 6 ആണ് വരുന്നത്. സോ കണക്ടിവിറ്റിയിലും കാര്യങ്ങളൊന്നും വേറെ അപാകതകളില്ല, സെറ്റപ്പാണ്. സോ മൊത്തത്തിൽ ഈ ഒരു ഫോൺ 15,000 താഴെയാണ് വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം അടക്കം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൈസിംഗ് വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. എന്നെ സംബന്ധിച്ച് അത്യാവശ്യം നല്ലൊരു സെറ്റപ്പാണ്. ഗെയിമിംഗ് ഒക്കെ നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഈ 90 FPS എല്ലാ ഫോണുകളൊന്നും കിട്ടാറില്ല. ബട്ട് ഇത്രയും ഗെയിമുകളിൽ 90 FPS ഒക്കെ കിട്ടുന്നു എന്നുള്ളത് കൊണ്ട്
ഒന്ന് പരിഗണിച്ച് നോക്കൂ, ചിന്തിച്ച് നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യൂ. ഈ ഫോൺ വന്നിട്ട് 3 മോഡലാണ് അവൈലബിൾ ആകുന്നത്. 6GB RAM 128GB സ്റ്റോറേജ്, 8GB RAM 128GB സ്റ്റോറേജ്, 12GB RAM 256GB സ്റ്റോറേജ്. താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സോ മൊത്തത്തിൽ റിയൽമി നാർസോ 70 ടർബോ എന്ന ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ ആണ് ഷെയർ ചെയ്തത്. കൊള്ളാമെന്ന് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.